സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് ധനവകുപ്പ്. കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. BMW കാർ ഉള്ളവർക്കടക്കം പെൻഷൻ നൽകുന്നതായി ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മസ്റ്ററിംഗിലടക്കം തട്ടിപ്പ് നടന്നുവെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. വിശദമായ അന്വേഷണം ഇതിൽ വരികയും ചെയ്യും. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൗകര്യങ്ങളുമുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടി തറ വിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തി. പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നുവെന്നും പരിശോധന തുടരുകയാണെന്നും കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ. 2022 തന്നെ ഏകദേശം ഇപ്പൊ പരിശോധിച്ചു വരികയാണ്. അത് ഏകദേശം 28 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ബാക്കിയുള്ളത് പരിശോധിച്ചു വരികയാണ്. സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് C&AG 2023 റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെയാണ് 9201 പേർ. 2017 മുതൽ 2020 വരെ 39.27 കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി. 2000 മുതലുള്ള കണക്കെടുത്താൽ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ട്. ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായമാണ് ചിലരുടെ കൈകടത്തൽ കാരണം ഇങ്ങനെ പാഴായി പോകുന്നത്. ഇത്തരക്കാരെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച് നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് അർഹിക്കുന്ന ശിക്ഷ നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.